രാവിലെ എനിക്കതിൽ യാതൊരു റോളും ഇല്ല, ഒന്നും പറയാനില്ല. നോ കമന്റ്സ്. ഉച്ചക്ക് പെരേര എന്നോ പറഞ്ഞത് പെരേര ഓറൽ സെക്സ് ചെയ്തിട്ടുണ്ട്, വേറെ സെക്ഷൻ ചെയ്തിട്ടില്ല പെരേര പറഞ്ഞത്. പിന്നെ 4 മണിക്ക് പെരേര ഓറൽ സെക്സ് മാത്രമല്ല ചെയ്തിട്ടുണ്ട്, ലിപ് ലോക്കും ചെയ്തിട്ടുണ്ട്. രാത്രി പെരേര കുറച്ച് കോമാളിത്തൽ കാണിക്കുമെങ്കിലും ഈ സംഭവത്തിൽ ഇവൻ ഇന്നസെന്റ് ആണ്. എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ശരിക്കും ഇവൻ ഇന്നസെന്റ് ആണ്. ഇതല്ല, ഇവൻ പെട്ട് കിടക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ സിയാസ് കരീമും ഒരു കേസിൽ ഇതുപോലെ ബെറ്ററാണ്. ആടാ നായ്ക്കളെ ഉണ്ടാക്ക്, എന്റെ നെഞ്ചത്തേക്ക് ഉണ്ടാക്ക്. ഇനിയുള്ള കാലത്ത് കല്യാണം കഴിക്കാനോ ലിവിൻ ടൂതറോ ഗേൾ ഫ്രണ്ടോ ഒന്നും പറ്റില്ല. കാരണം പീഡനം ആരോപിക്കുന്ന എപ്പോഴാണ് പറയാൻ പറ്റില്ല. ഇതാണ് ഞാൻ പെണ്ണ് കെട്ടാത്തത്. എന്തോ ഇതാണ് ഞാൻ പെണ്ണ് കെട്ടാത്തതെന്ന്. എങ്ങനെ? ഇതാണ് എനിക്ക് പെണ്ണ് കിട്ടാത്തതെന്ന്. അതാണ് കറക്റ്റ്. ഇനിയുള്ള കാലത്ത് കല്യാണം കഴിക്കാനോ ലിവിൻ ടൂതറോ ഗേൾ ഫ്രണ്ടോ ഒന്നും പറ്റില്ല. കാരണം പീഡനം ആരോപിക്കുന്ന എപ്പോഴാണ് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധ പീഡനം. ഇവരെണെങ്കിൽ പെരേര പാവമാണ്, മയിലാണ് സാധനം തോന്നിയായിരിക്കും. സിയാസ് കരീം ഇൻവോൾവ് ചെയ്തെങ്കിലും മ്യൂച്വൽ കൺസെന്റോടെ നടന്നുണ്ട്. ഈ നാളിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. പെരേരയുടെ അസുഖങ്ങൾ ഒരുപാട് പേരുണ്ട്. നിനക്കും അസുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. അങ്ങനെ കരേനെ കണ്ടിട്ടില്ലേ? ഞാൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല ഗൈസ്, രക്ഷിക്കണം ഗൈസ്. ഞാൻ അവളെ പീഡിപ്പിച്ചിട്ടില്ല ഗൈസ്, പറയുന്നത് വിശ്വസിക്കണം ഗൈസ്. ഇങ്ങനെ കരയില്ല ബ്രോ, നീ കരയുമ്പോ തകർന്നെ ചങ്കാണ്. പെരേര ഇത് ഇല്ല കളകറാണ്. പെരേര ഇന്നസെന്റ് ആണ്. ഇതും കൂടി കൂട്ടി 28,315 പ്രാവശ്യമാണ് ഞാൻ കേൾക്കണത്.